ഡൽഹിയിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വിമാനയാത്ര മുടങ്ങിയ സംഭവത്തിൽ രാഷ്ട്രീയ വൃത്തങ്ങളെ പിടിച്ചുലയ്ക്കുന്ന പുതിയ ട്വിസ്റ്റ് നടന്നിരിക്കുകയാണ്. ഗുരുതരമായ പ്രോട്ടോകോൾ വീഴ്ചയുടെ പേരിൽ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യപ്പെട്ട ഡൽഹി കേരള ഹൌസിലെ പ്രോട്ടോകോൾ ഓഫീസർ ആർ ശ്രീകുമാർ കടുത്ത CPM അനുഭാവിയും സെക്രട്ടേറിയറ്റിലെ പ്രമുഖ ഇടത് സർവീസ് സംഘടനയുടെ മുൻനിര നേതാവുമാണെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. വിമാനം പുറപ്പെടുന്നതിന് 40 മിനിറ്റിലധികം മുൻപ് തന്നെ പ്രതിപക്ഷ നേതാവ് വിമാനത്താവളത്തിലെത്തിയിട്ടും പ്രോട്ടോകോൾ ഏകോപനത്തിലുണ്ടായ വൻ പരാജയമാണ് വിപരീത ഫലം ചെയ്തതെന്ന് വ്യക്തമാക്കുന്ന കേരള ഹൌസ് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണറുടെ സസ്പെൻഷൻ ഉത്തരവിലെ നിർണായക വിവരങ്ങളാണ് പുറത്തു വന്നിട്ടുള്ളത്. സെക്രട്ടേറിയറ്റിലെ പ്രമുഖ CPM സർവീസ് സംഘടനയായ കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രധാന നേതാവാണ് ഇദ്ദേഹം. കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഭരണസ്വാധീനം ഉപയോഗിച്ച് ഇദ്ദേഹത്തെ ഡൽഹിയിലെ അതീവ പ്രാധാന്യമുള്ള പ്രോട്ടോകോൾ ഓഫീസർ തസ്തികയിൽ നിയമിച്ചത്. സ്വന്തം സംഘടനയിലെ നേതാവിന്റെ വീഴ്ച കാരണം പ്രതിപക്ഷ നേതാവിന് മണിക്കൂറുകളോളം വിമാനത്താവളത്തിൽ കാത്തിരിക്കേണ്ടി വന്നത് ഭരണസിരാ കേന്ദ്രങ്ങളിലെയും പാർട്ടി ആസ്ഥാനത്തെയും സഖാക്കൾ ഞെട്ടലോടെയാണ് കേട്ടത്. സെക്രട്ടേറിയറ്റിലെ പ്രമുഖ CPM സർവീസ് സംഘടനയായ അസോസിയേഷന്റെ നേതാവായ ശ്രീകുമാറിനെ സംരക്ഷിക്കാൻ അണിയറിയൽ നീക്കങ്ങൾ നടന്നുവെങ്കിലും ഔദ്യോഗിക രേഖകളിലെ വ്യക്തമായ തെളിവുകൾ കാരണം സർക്കാരിന് അടിയന്തര നടപടിയുമായി മുന്നോട്ടു പോകേണ്ടി വന്നു. അന്വേഷണത്തിന്റെ ഭാഗമായി പ്രോട്ടോകോൾ ഓഫീസർ ആർ ശ്രീകുമാർ നൽകിയ രേഖാമൂലമുള്ള വിശദീകരണത്തിൽ സ്വന്തം വീഴ്ച അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ടെന്ന് ഓർഡറിൽ പറയുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് വരുന്നതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രോട്ടോകോൾ ഇന്റിമേഷൻ വിമാനത്താവള അധികൃതർക്കോ ഇൻഡിഗോ എയർലൈൻസിനോ ലഭിച്ചിട്ടില്ല എന്ന വിവരവും ശ്രീകുമാർ മുൻകൂട്ടി അറിഞ്ഞിരുന്നു. എന്നാൽ ഈ അടിയന്തര സാഹചര്യം യഥാസമയം പരിഹരിക്കാനോ വിവരങ്ങൾ ഇൻഡിഗോ അധികൃതരുമായി പങ്കുവയ്ക്കാനോ പ്രോട്ടോകോൾ ഓഫീസർക്ക് കഴിഞ്ഞില്ല. വിമാനം പുറപ്പെടുന്നതിന് 1 മണിക്കൂറും 50 മിനിറ്റ് മുൻപ് തന്നെ പ്രോട്ടോകോൾ സംഘം വിമാനത്താവളത്തിൽ ഉണ്ടായിട്ടും എയർലൈൻസുമായി ആശയവിനിമയം നടത്താത്തത് ഗുരുതരമായ അനാസ്ഥയും കൃത്യവിലോപവുമാണെന്ന് ഡോക്ടർ അശ്വതി ശ്രീനിവാസ് ഉത്തരവിൽ വ്യക്തമാക്കി. ഭരണഘടനാ പദവികൾ വഹിക്കുന്നവർക്കും മന്ത്രിമാർക്കും മറ്റ് VIP-കൾക്കും ദേശീയ തലസ്ഥാനത്ത് സുഗമമായി യാത്രയൊരുക്കേണ്ട പ്രോട്ടോകോൾ വിഭാഗത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഇത്തരം വീഴ്ചകൾ വകുപ്പിന് വലിയ അപകീർത്തി ഉണ്ടാക്കിയതാണെന്നും ഇതിന്മേൽ വിശദമായ വകുപ്പ് തല അച്ചടക്ക അന്വേഷണം ആവശ്യമാണെന്നും ഉത്തരവിലുണ്ട്. കേരള ഹൌസ് അഡീഷണൽ റെസിഡന്റ് കമ്മീഷണർ ഡോക്ടർ അശ്വതി ശ്രീനിവാസ് IAS പുറപ്പെടുവിപ്പിച്ച ഒരു ഉത്തരവിൽ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചകൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട്. തുടർ നടപടികളുടെ ഭാഗമായി കേരള സിവിൽ സർവീസസ് റൂൾസ് പ്രകാരമാണ് ഇദ്ദേഹത്തെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്തിട്ടുള്ളത്. പ്രതിപക്ഷ നേതാവ് കൃത്യസമയത്ത് എയർപോർട്ടിലെത്തിയിട്ടും വിമാനം മിസ്സായ പശ്ചാത്തലത്തിൽ ഉദ്യോഗസ്ഥൻ നൽകിയ രേഖാമൂലമുള്ള വിശദീകരണം തന്നെയാണ് ഇയാൾക്ക് വലിയ വിനയായി മാറിയത്. 2026 ജൂൺ 27 നടന്ന സംഭവത്തിന്റെ കൃത്യമായ സമയ വിവരങ്ങൾ സസ്പെൻഷൻ ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ടെർമിനൽ 2 നിന്നും ഉച്ചയ്ക്ക് 2:50 കോഴിക്കോട്ടേക്ക് പുറപ്പെടേണ്ടിയിരുന്ന ഇൻഡിഗോ 6C2479 വിമാനത്തിലാണ് പ്രതിപക്ഷ നേതാവിന് യാത്ര ചെയ്യേണ്ടിയിരുന്നത്. ഔദ്യോഗിക റിപ്പോർട്ടിലെ സമയം പ്രകാരം ഉച്ചയ്ക്ക് 1 മണിക്ക് പ്രോട്ടോകോൾ സംഘം വിമാനത്താവളത്തിലെ ടെർമിനൽ 2 എത്തിച്ചേർന്നു. ഉച്ചയ്ക്ക് 1:20 കേരള ഹൌസിലെ റിസപ്ഷൻ അസിസ്റ്റന്റിന്റെ മൊഴി പ്രകാരം പ്രതിപക്ഷ നേതാവ് കേരള ഹൌസിൽ നിന്നും പുറപ്പെട്ടു. ഉച്ചയ്ക്ക് 2:10 മുൻപ് പ്രതിപക്ഷ നേതാവ് സുരക്ഷിതമായി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നു. വിമാനം പുറപ്പെടുന്നതിന് 40 മിനിറ്റിലധികം മുൻപ് തന്നെ VIP എയർപോർട്ടിലെത്തിയിട്ടും പ്രോട്ടോകോൾ ഏകോപനത്തിലെ പരാജയം കാരണം അദ്ദേഹത്തിന് ബോർഡിംഗ് ഗേറ്റിലേക്ക് പ്രവേശിക്കാനും വിമാനത്തിൽ കയറാനും സാധിച്ചില്ല എന്ന് ഉത്തരവ് പറയുന്നുണ്ട്.